The chapter number 7, Employment, Growth, Informalization and Other Issues. നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ 7th ചാപ്റ്റർ ആണ്. വളരെ എന്താ പറയുക, 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് കടന്നു കൂടാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് അടിച്ചു വിട്ടങ്ങ് തീർത്തേക്കാം. 10 മിനിറ്റ്, ഓക്കെ, എക്സാക്ട്ലി 10 minutes. നമുക്ക് നോക്കാം എന്താണ്. ആദ്യം വർക്കർ പോപ്പുലേഷൻ റേഷ്യോ, അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ? നിങ്ങൾ അതിന്റെ ഫോർമുല പഠിച്ചു വയ്ക്കുക. ടോട്ടൽ വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. ഇത് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചത് എങ്ങനെയാണെന്നറിയോ? ടോട്ടൽ വർക്ക് ഫോഴ്സിന്റെ ടോട്ടൽ വർക്ക് ഫോഴ്സിന്റെ നമ്പർ തന്നു. ഓക്കെ, ടോട്ടൽ വർക്ക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 50. അതേപോലെ പോപ്പുലേഷൻ ഇസ് ഈക്വൽ ടു ഡാഷ്, അല്ല പോപ്പുലേഷൻ നോട്ട് പൊല്യൂഷൻ, പോപ്പുലേഷന്റെ വാല്യൂവും തന്നു. ഓക്കെ, പോപ്പുലേഷന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 100 എന്ന് തന്നു. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു ഫൈൻഡ് ഔട്ട് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. അപ്പോൾ നമ്മൾ ഫോർമുല അറിഞ്ഞിരിക്കണം. ടോട്ടൽ വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. ടോട്ടൽ വർക്ക് ഫോഴ്സ് എത്രയാ? 50 ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ എത്രയാ? 100 into 100 gives you how much? 50. ഇതാണ് നമ്മുടെ എന്ത്? ടോട്ടൽ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ കേട്ടോ. അപ്പൊ ഇത് വൺ വേർഡ് ആയിട്ടോ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. Now comes the next one, categorization of workforce. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. categorization of workforce എന്താണെന്ന്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് there are 3 different types of workers ഉണ്ട്. അതിൽ ഒന്നാമതാണ് കാഷ്വൽ വർക്കേഴ്സ്. കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ they are working on the daily basis, അതായത് ഡെയിലി ബേസിസ് വേജ്, അതായത് ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ ഈ കാഷ്വൽ വേജ് വർക്കേഴ്സ്. ഉദാഹരണത്തിന് കൂലിപ്പണിക്കാര്, അതാണ്. ഓക്കെ, നോ അതർ അലവൻസസ് ആർ പെയ്ഡ് ടു ദം, അവർക്ക് വേറെ ഒരു ആനുകൂല്യങ്ങളും ഇല്ല, ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്നവരാണ് കാഷ്വൽ. അതാണ് വെച്ചാൽ മതി, കാഷ്വൽ വേജ് വർക്കേഴ്സ്. രണ്ടാമതാണ് സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സ്. രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നവരാണ് സെൽഫ് എംപ്ലോയിഡ്. അപ്പൊ ആരെയാണ് നമ്മൾ സെൽഫ് എംപ്ലോയിഡ് എന്ന് വിളിക്കുക? വർക്കേഴ്സ് ഹു ഓൺ ആൻഡ് ഓപ്പറേറ്റ് ദെയർ ഓൺ എന്റർപ്രൈസസ്, സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുക, എന്നിട്ട് ഉപജീവന മാർഗം കണ്ടെത്തുക. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽഫ് എംപ്ലോയ്. ഇപ്പോൾ ഒരു സിമെന്റ് ഷോപ്പ് ഓണർ, അല്ലെങ്കിൽ ഒരു അംബ്രല്ല ഷോപ്പ് ഓണർ, ഫാൻസി ഷോപ്പ് ഓണർ എന്നൊക്കെ പറയുന്നില്ലേ, അവരെല്ലാം സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സ് ആണ്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റെഗുലർ സാലറീഡ് ആണ്, അതായത് സ്ഥിര വരുമാനക്കാരാ. ദേ ഗെറ്റ് ജോബ് ആൻഡ് സാലറി ഓൺ റെഗുലർ ബേസിസ്, അതായത് മിക്കവാറും ഗവൺമെന്റ് ജോലിക്കാരൊക്കെ ആയിരിക്കും ഈ റെഗുലർ സാലറിയിൽ വരുന്നവര്. അപ്പൊ മൂന്നായിട്ട് നമ്മുടെ ഈ വർക്കേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കാഷ്വൽ, then self-employed and regular. Now comes casualization of workforce. ഇന്നിപ്പോൾ ഒരു ടെൻഡൻസി ഉണ്ട്. എന്താ ടെൻഡൻസി എന്നറിയോ? സെൽഫ് എംപ്ലോയ്മെന്റ്, നേരത്തെ പറഞ്ഞ സെൽഫ് എംപ്ലോയ്മെന്റിനും റെഗുലർ സാലറിന്നും ആൾക്കാർ എങ്ങോട്ട് മൂവ് ചെയ്യുക? they move to കാഷ്വൽ വേജ് വർക്കേഴ്സ്. എങ്ങോട്ട് പോവാണ്? കാഷ്വൽ വർക്കേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സെൽഫ് എംപ്ലോയിഡും റെഗുലറിനും കാഷ്വൽ ആവുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഇത് ഡിഫൈൻ കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനും ചോദിക്കാറുണ്ട്. ഓക്കെ, നൗ കം സെക്ടർ വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഇത് 2011-12 ഡാറ്റയാണ്. നമുക്കറിയാം there are 3 sectors, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫിഷറീസ്, മൈനിങ്, ക്വാറിങ് അതൊക്കെ വരും. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആണ്, ഇത് മെയിൻലി ഇൻഡസ്ട്രീസ് ആണ്. ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ സപ്ലൈ ഒക്കെ വരും. അതുപോലെ സർവീസ് സെക്ടറിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് ടെർഷ്യറി സർവീസ് എന്നാണ്. ബാങ്കിങ്, ഇൻഷുറൻസ്, ടീച്ചിങ് അതൊക്കെ വരുന്നത് സർവീസ് സെക്ടറിലാണ്. Okay, now comes growth of employment in India, jobless growth. ഇത് വൺ വേർഡ് ചോദിക്കാനുള്ള ചാൻസ് ആണ്. എന്താണ് ജോബ്ലെസ് ഗ്രോത്ത്? ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇത് കണ്ണിക്കണ്ടൊന്നും പഠിക്കാൻ നിൽക്കണ്ട. ഇൻക്രീസ് ഇൻ GDP, അതായത് GDP-യിൽ എന്തുണ്ടായി? വർധനവുണ്ടായി. ഇൻക്രീസ് ഇൻ GDP, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് നോ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, നോ എംപ്ലോയ്മെന്റ്, അതായത് രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ സേവനങ്ങളൊക്കെ എണ്ണം കൂടി, പക്ഷെ അതിന് ആനുപാതികമായിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ല? എംപ്ലോയ്മെന്റ്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടില്ല. അങ്ങനെയുള്ള ഒരു വളർച്ചയെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ജോബ്ലെസ് growth. Okay, now comes the next one, informalization of workforce. That is sure question ആണ്. Informalization of workforce, നമുക്കറിയാം workforce രണ്ടെണ്ണം ഉണ്ട്, ഓർഗനൈസ്ഡ്, അൺഓർഗനൈസ്ഡ്, ഓർ ഫോർമൽ ഓർ ഇൻഫോർമൽ. ഓക്കെ, ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് സെക്ടേഴ്സിൽ എടുത്താൽ മതി. അതായത് ഫോർമൽ സെക്ടേഴ്സിൽ ഇപ്പൊ നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൾക്ക്, ടീച്ചേഴ്സിനൊക്കെ കൊടുക്കുന്ന ലെറ്റേഴ്സ് ഒക്കെ ഫോർമൽ ലെറ്റേഴ്സാണ്. അതേപോലെ ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, അങ്കിള്, ആൻറ്റി ഒക്കെ കൊടുക്കുന്ന ഇൻഫോർമൽ ലെറ്ററാണ് അല്ലേ. അപ്പോൾ ഫോർമൽ സെക്ടർ ഇതേപോലെ തന്നെ ഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. എന്താണ് ഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് വിച്ച് എംപ്ലോയ് 10 hired workers.
ഓക്കെ, അതായത് എല്ലാ ഗവൺമെന്റ് സ്ഥാപനം, പബ്ലിക് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളും അതേപോലെ 10-ൽ കുറയാതെ 10 തൊഴിലാളികൾ മിനിമം വേണം അങ്ങനെയുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഏതിൽ വരും? നമ്മുടെ ഓർഗനൈസ്ഡ് സെക്ടർ അല്ലെങ്കിൽ ഫോർമൽ സെക്ടറിൽ വരും. ഇപ്പൊ എക്സാം വിന്നർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് സെക്ടറാണ്. ബിക്കോസ് ഹിയർ വി ഹാവ് മോർ ദാൻ എത്രയോ ഫാക്കൽറ്റീസ് ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇതൊരു ഓർഗനൈസ് സെക്ടറാണ്. പക്ഷേ കണ്ടീഷൻ എന്ന് വെച്ചാൽ 10 വർക്കേഴ്സിൽ കൂടുതൽ വേണം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനവും എന്തായിട്ട് മാറും? ഒരു ഓർഗനൈസ് സെക്ടറായിട്ട് മാറുന്നതായിരിക്കും. ഇവരുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല വരുമാനമാണ്, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്, പെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാണ് അവർക്ക് ഗുണമെന്നറിയോ? ജോബ് സെക്യൂരിറ്റിയാണ്, അവരെ ആരെയും പിടിച്ച് പുറത്താക്കൂല. അതേപോലെ മോർ ബാർഗെയിനിങ് പവർ, അവർക്ക് ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ടാവും. അവർക്ക് അവരുടെ ശമ്പള വർധനവിന് വേണമെങ്കിലൊക്കെ അവർക്ക് നടക്കും, അവർക്ക് കിട്ടും. അതേപോലെ അവരെ ആരും എന്ത് ചെയ്യില്ല? എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല. ലെസ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. കണ്ടോ? റെഗുലർ സാലറി എംപ്ലോയീസ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഇവരൊക്കെയാണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ വരുന്നത്? ഫോർമൽ വർക്കേഴ്സ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, വാട്ട് ഈസ് ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാരൊക്കെയാ? ഓൾ അതർ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് അതർ ദാൻ ഓർഗനൈസ്ഡ് സെക്ടർ അണ്ടർ. അതായത് ഈ ഓർഗനൈസ്ഡിൽ പെരാത്ത കുറേ എണ്ണങ്ങളുണ്ട്, അവരാണ് ഏതിൽ വരിക? അൺഓർഗനൈസ്ഡിൽ വരിക. ദേ ഹാവ് ലോവർ വേജ് ആയിരിക്കും, നോ അതർ ബെനിഫിറ്റ്സ്, അവർക്ക് വരുമാനം കുറവായിരിക്കും, അതേപോലെ ഒരു ബെനിഫിറ്റ്സും ഉണ്ടാവില്ല. ഇൻസെക്യൂരിറ്റി ഇൻ ജോബ് ആണ്, അവർ ഏത് സമയത്ത് വേണമെങ്കിലും ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടാം. അതേപോലെ ലെസ് ബാർഗെയിനിങ് പവർ, അവർക്ക് ട്രേഡ് യൂണിയൻസ് ഒന്നുമില്ല മക്കളെ, അതുകൊണ്ട് വില പേശോ അല്ലെങ്കിൽ ബാർഗെയിനിങ് അങ്ങനെ ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരാ, ശമ്പളം ആരോട് പോയി പറയാം. അപ്പോൾ അതുകൊണ്ട് ലെസ് ബാർഗെയിനിങ് പവർ ആണ്. അതേപോലെ അവർ നല്ലപോലെ എല്ലാവരും എക്സ്പ്ലോയിറ്റ് ചെയ്യും, ചൂഷണം ചെയ്യപ്പെടും, എല്ലാവരും ഇവരെ ചൂഷണം ചെയ്യും. അതിന് എക്സാമ്പിൾ അഗ്രികൾച്ചർ ലേബറേഴ്സ്, ഡെയിലി വേജ് വർക്കേഴ്സ് ആണ്, അവരാണ് ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ എല്ലാവർക്കും എന്താവാനാണ് ആഗ്രഹം? ഇൻഫോർമലിന് എന്തായിട്ട് മാറണം? ഫോർമൽ സെക്ടറിലേക്ക് മാറണം. പക്ഷേ ഇന്ത്യ മോർ വർക്കേഴ്സ് ആർ എംപ്ലോയിഡ് ഇൻ ഇൻഫോർമൽ സെക്ടർ. പക്ഷേ ഇന്ത്യയിൽ ഒരുവിധ ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന സെക്ടർ ഏതാണ്? ഇൻഫോർമൽ ആണ്. അതിന് വിളിക്കുന്ന പേരാണ് ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഓക്കെ, നൗ കംസ് ഡാറ്റ സോഴ്സസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. നമുക്കിപ്പോൾ നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ ഉണ്ട് അല്ലേ? അതൊന്ന് ആ വിവരങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? ഒന്ന് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ NSSO എന്നാണ്, പിന്നെ ഇത് സെൻസസ് ഓഫ് ഇന്ത്യ എന്നാണ്, പിന്നെ നമുക്ക് കിട്ടുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴികളാണ്. ഈ 3 സോഴ്സസ് നിന്നും നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മയെ കുറിച്ച് നമുക്കൊരു ചിത്രം കിട്ടും കേട്ടോ. Now comes types of unemployment. അതായത് 4 ടൈപ്സ് അൺഎംപ്ലോയ്മെന്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതെത്തുമ്പോൾ ഞാൻ പറയാം. ഒന്നാമത്തതാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനൊക്കെ റെഡിയാണ്, പക്ഷെ ജോലിയില്ല. വില്ലിംഗ് ടു ഡു വർക്ക് ബട്ട് ഡസ് നോട്ട് ഗെറ്റ് എ ജോബ്. ജോലി ചെയ്യാനൊക്കെ നല്ല റെഡി ആയിട്ട് ഇങ്ങനെ ഉഷാറായിട്ടിരിക്കും, പക്ഷെ എന്ത് കിട്ടുന്നില്ല? ജോലി കിട്ടുന്നില്ല. രണ്ടാമതാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. സീസണൽ ഫ്ലക്ച്വേഷൻസിനനുസരിച്ച് ഇപ്പോൾ പീപ്പിൾ ഗെറ്റ് ഓൺലി ഡ്യൂറിങ് സം സീസൺ, പെർട്ടിക്കുലർ സീസണിൽ മാത്രമേ ആൾക്കാർക്ക് എന്ത് കിട്ടുള്ളൂ? ജോലി ഉള്ളൂ. ഇപ്പോൾ ഹാർവെസ്റ്റിംഗ് സീസണൊക്കെ ആണെങ്കിൽ കുറേ തൊഴിലാളികൾ, അഗ്രികൾച്ചർ ലേബറേഴ്സിനൊക്കെ പണിയുണ്ടാവും, അല്ലാത്ത സമയത്തൊന്നും പണിയുണ്ടാവില്ല. അങ്ങനെ സീസണൽ ആയിട്ട് ജോലി ഉള്ളതാണ് ഈ സീസണൽ. ഓക്കെ, നൗ കം സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ ചതിക്കുന്നത്? ടെക്നോളജി. അതായത് നമ്മുടെ സാങ്കേതിക വിദ്യയൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് വരുമ്പോൾ ഒരുപാട് പേർക്ക് എന്ത് ചെയ്യും? ജോലി നഷ്ടപ്പെടും. ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സ് വന്ന സമയത്ത് ഒരുപാട് ക്ലർക്കുമാരുടെ ഒക്കെ പണി പോയി. അതേപോലെ അതാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഇസ് കോൾഡ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. പ്രച്ഛന്നമായ, അതാണ് ഉദ്ദേശിച്ചത്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ വേണ്ടതിലും കൂടുതൽ ആൾക്കാർ പോയി പണി ചെയ്യുക. ശരിക്കും 10 ആൾക്കാർ മതി ആ ജോലി ചെയ്യാൻ, പക്ഷേ 30 ആൾ പോയി ജോലി ചെയ്യുക. അങ്ങനെയുള്ള ഒരു സംഭവമാണ് എന്ത്? നമ്മുടെ ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അതായത് എക്സ്ട്രാ കയറി വന്ന് 20 ആളില്ലേ, ആ 20 ആളുടെയും എന്താണെന്ന് പറയുക? അവർ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയിഡ് ആണ്. ഇത് ഇന്ത്യയിൽ ഏറ്റവും കാണുന്ന സെക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? അഗ്രികൾച്ചർ സെക്ടറാണ്. ഇവിടെയാണ് 1 വേർഡ് ചോദിക്കുക. അതായത് നമ്മുടെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് കാണുന്ന സെക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് അഗ്രികൾച്ചറൽ സെക്ടർ ആണ്. പിന്നെ ഓക്കെ, ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ.